അടുത്തതായിട്ട് സെക്ഷൻ 6.3 ആർക്ക് ലെങ്ത് ഓഫ് ദ കർവ് അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഡെഫിനേഷൻ, സ്മൂത്ത് കർവ് എന്ന് വെച്ചാൽ എന്താണ്? എ ഫംഗ്ഷൻ ഈസ് സഡ് ടു ബി സ്മൂത്ത് ഇഫ് ഇറ്റ് ഹാസ് എ കണ്ടിന്യൂസ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. എന്നോട് പറയാം, എ ഫംഗ്ഷൻ ഈസ് സഡ് ടു ബി സ്മൂത്ത് ഇഫ് ഇറ്റ് ഹാസ് എ കണ്ടിന്യൂസ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. അതാണ് സ്മൂത്ത് കർവ്. നമുക്ക് ലെങ്ത് ഓഫ് കർവിന്റെ ഇക്വേഷൻ നമുക്ക് പഠിക്കാം. If f dash is continuous on closed interval ab, then the length or arc length of the curve y equal f of x from the point capital A equal a f of a to the point capital B equal b f of b is the value of the integral capital L equal integral a to b square root of 1 plus f dash of x square dx equal integral a to b square root of 1 plus divided by dx square dx. Length of the curve in the equation y equal f of x എന്ന് പറഞ്ഞ ഒരു കർവ് a തൊട്ട് b വരെ ക്ലോസ് ഇന്റർവെൽ, അതിന്റെ ലെങ്ത് എന്ന് വെച്ചാൽ ഇന്റഗ്രൽ a to b സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ഡിവൈഡ് ബൈ dx the whole square dx ആണ്. അല്ലെങ്കിൽ ഇന്റഗ്രൽ a to b സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. ഇനി അതാണ് ലെങ്ത് ഓഫ് ദ കർവ് y ഈക്വൽ എഫ് ഓഫ് എക്സ്. ഇനി ലെങ്ത് ഓഫ് ദ കർവ് എക്സ് ഈക്വൽ ജി ഓഫ് വൈ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ക്യാപിറ്റൽ എൽ ഈക്വൽ ഇന്റഗ്രൽ സി ടു ഡി സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ജി ഡാഷ് ഓഫ് വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ഇന്റഗ്രൽ സി ടു ഡി square root of 1 plus dx by dy the whole square dy ആയിരിക്കും. എക്സിന്റെ അവിടെ y ആവും, വൈയുടെ അവിടെ എക്സ് ആവും, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇക്വേഷൻ പഠിക്കുക, ലെങ്ത് ഓഫ് ദ കർവിന്റെ ഇക്വേഷൻ പഠിക്കുക. ഇനി ലെങ്ത് ഓഫ് ദ കർവിന്റെ കുറെ ഇക്വേഷൻ ഉണ്ട്. ഇന്റഗ്രൽ a to b സ്ക്വയർ റൂട്ട് ഓഫ് dx സ്ക്വയർ പ്ലസ് dy സ്ക്വയർ ഉണ്ട്. പിന്നെ പാരാമെട്രിക് ഫോം നമുക്കറിയാം, integral a to b square root of dx by dt the whole square plus dy by dt the whole square dt. അതാണ് പാരാമെട്രിക് ഫോം. അത് പിന്നെ വരുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Find the length of the curve shown in figure 6.24 which is a graph of the function y equal 4 root 2 by 3 x raised to 3 by 2 minus 1 0 ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് y ഈക്വൽ എഫ് ഓഫ് എക്സിന് വരാം. ഇക്വേഷൻ തന്നിട്ടുണ്ട് y ഈക്വൽ 4 root 2 by 3 x raised to 3 by 2 minus 1 ആണ്. a എന്ന് പറയുന്നത് 0 ആണ്, b എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. അപ്പൊ നമുക്ക് dy by dx വേണം. y നമ്മുടെ കയ്യിലുണ്ട്. dy by dx എന്ന് വെച്ചാൽ എന്താ? 4 root 2 by 3 കോമൺ എടുക്കുന്നു. x raised to 3 by 2 ന്റെ ഡെറിവേറ്റീവ് x raised to 1 n into x raised to n minus 1. അപ്പൊ 3 by 2 into x raised to 1 by 2 minus 0. അപ്പൊ ഇതാണ് 3 3 വെട്ടിപ്പോവും, 4 2 വെട്ടിപ്പോവും. അപ്പൊ 2 root 2 x raised to 1 by 2 ആണ്. ഇനി ഡിവൈഡ് ബൈ dx the whole square ആണ്. അപ്പൊ ഈ ആൻസറിന്റെ സ്ക്വയർ ഇപ്പൊ എന്ത് കിട്ടും? 8x. ഇനി ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രൽ 0 to 1 സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 8x dx. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് 1 പ്ലസ് 8xന് u എന്ന് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യുക. ഇതിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 8x റൈസ് ടു 1 by 2 ന്റെ ഡെറിവേറ്റീവ് എന്താ? 1 പ്ലസ് 8x റൈസ് ടു 3 by 2. അതിന്റെ ഇന്റഗ്രൽ എന്ന് വെച്ചാൽ 1 പ്ലസ് 8x ഓൾ റൈസ് ടു 3 by 2 ഡിവൈഡഡ് ബൈ 3 by 2. അതാണ് 2 by 3 ഇൻറ്റു 1 പ്ലസ് 8x ഹോൾ സ്ക്വയർ 3 by 2 പിന്നെ 1 by 8 വരും. എന്തോത്തിന്റെ 8x ലിമിറ്റ് കൊടുത്തു 0 to 1. അപ്പൊ 13 by 6 എന്ന് കിട്ടും. മനസ്സിലായോ? അല്ലെങ്കിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയായിരിക്കും നമ്മൾ പഠിച്ചത്, ആ രീതിയിൽ ചെയ്ത് നോക്കുക.
ഇവിടെ ഡയറക്റ്റ് അങ്ങ് ചെയ്യുകയാണ്, അതാ ഒരു ചെറിയ കൺഫ്യൂഷൻ വരുന്നത്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി ചെയ്യുമ്പോൾ യു ഈക്വൽ 1 + 8x, അപ്പം എക്സ് 0 ആകുമ്പോൾ യു 1, എക്സ് 1 ആകുമ്പോൾ യു 9, അപ്പൊ ഇന്റഗ്രൽ 0 to 9 വരും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അത് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഗ്രാഫ് f of x equal x³ by 12 plus 1 by x, 1 less than equal to x less than equal to 4. അപ്പൊ നമ്മൾ f of x തന്നു, f dash of x ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഇനി നോക്കിയേ, നമ്മുടെ ഇന്റർവെൽ നോക്കണേ. 1 less than equal to x less than equal to 4. ഇവിടെ ഡിനോമിനേറ്റർ x വന്നിട്ടുണ്ട്. അപ്പൊ x 0 വന്നാൽ അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഇത് നോക്കുക, ഇവിടെ 0 ഉണ്ടോ എന്ന്. ഇവിടെ 0 ഇല്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അപ്പം 1 + f dash of x the whole square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്പ് നോക്കി. 1 + ഇതിന്റെ ആൻസർ കിട്ടി, അതിന്റെ സ്ക്വയർ, പിന്നെ അത് ഓപ്പൺ ചെയ്തു, പിന്നെ എന്താ ഇത് ആഡ് ചെയ്തു, നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക, നമുക്ക് 6 എന്ന ആൻസർ കിട്ടും. ഇനി ഞാൻ മുമ്പ് പറഞ്ഞു ഇവിടെ 0 ഉണ്ടെങ്കിൽ എന്തോ ചെയ്യും, അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കർവ് y equal x/2 raised to 3/2 from x equal 0 to x equal 2. അപ്പൊ നമ്മുടെ ഇക്വേഷനകത്ത് dy/dx വേണം. അത് ചെയ്തപ്പോൾ എന്തോ 2/3 into x/2 raised to -1/3 into 1/2. അപ്പൊ ഇങ്ങനല്ലേ വന്നേ. ഇപ്പൊ ഡിനോമിനേറ്റർ x വന്നു, x equal to 0 ഉണ്ട്. അപ്പൊ നോട്ട് ഡിഫൈൻഡ് അറ്റ് x equal to 0. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ നേരെ തിരിച്ച് ചെയ്യണം, dx/dy വേണം. അപ്പൊ നമ്മൾ y ഈക്വൽ ഇക്വേഷൻ ഇതാണ്, അതിൽ നിന്ന് x ഈക്വൽ ടു എന്നും പറഞ്ഞ് ആക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്ത് രണ്ട് സൈഡിലും 3/2 raised to 3/2 ചെയ്യുന്നു, 2 അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകും. അപ്പൊ x ഈക്വൽ 2y raised to 3/2. ഇനി dx/dy ചെയ്യും. അപ്പൊ നമുക്ക് 3y raised to 1/2. ഇനി നോക്കിയ വൈയുടെ ലിമിറ്റ് വേണം. അപ്പൊ നമ്മുടെ എക്സിന്റെ ലിമിറ്റ് എന്തോ 0 to 2 അല്ലേ. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ y എന്തോ കിട്ടും 0. എക്സിന് 2 കൊടുക്കുമ്പോൾ y എന്തോ കിട്ടും 1. അപ്പൊ വൈയുടെ ലിമിറ്റ് ആണ് 0 to 1. ഇനി ഇക്വേഷൻ എഴുതും, എന്താ dx/dy ആവശ്യം. ഇവിടെയും വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് ചെയ്യുന്നു, ഉത്തരം ഇങ്ങനെ കിട്ടും. ഇനി അതിന്റെ ഡിഫറൻഷ്യൽ ഫോം ആണ് പറഞ്ഞ ഇന്റഗ്രൽ a to b square root of dx/dt the whole square plus dy/dt the whole square. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് the arc length of the function പാരാമെട്രിക് ഇക്വേഷന്റെ വേറെ ഒന്നാണ്. ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് the arc length function for the curve in example 2 taking a equal 1/13/2 as the starting point. എക്സാമ്പിൾ 2 ഒന്ന് നോക്കിയേ. ഇതായിരുന്നു എക്സാമ്പിൾ 2. ഇവിടെ ചോദിച്ചേക്കുന്ന ലെങ്ത് ആണ്. ഇവിടെ ചോദിച്ചേക്കുന്ന എന്താ നോക്കിയേ, ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്നാണ്. കണ്ടോ? അപ്പൊ നമ്മൾ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ രീതിയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 1 + f dash of x the whole square നേരത്തെ ചെയ്തായിരുന്നു, ആ ക്വസ്റ്റ്യന് ചെയ്ത ആൻസർ ഇതാണ്. ഇനി ആർക്ക് ലെങ്ത് ഫംഗ്ഷന്റെ ഇക്വേഷൻ ഇതാണ്. s of x equal integral 1 to x square root of 1 + f dash of t the whole square dt. ഇതാണ് ഇക്വേഷൻ. ഇപ്പൊ നമ്മുടെ എക്സിന്റെ സ്ഥാനത്ത് t ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടി, ഇന്റഗ്രൽ 1 to x t²/4 + 1/t² dt. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടും ലിമിറ്റ് 1ഉം എക്സും ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇനി നോക്കിക്കേ, ആർക്ക് ലെങ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണെന്ന് കിട്ടി. ഇനി ടെർമിനൽ പോയിന്റ് എന്ന് വെച്ചാൽ ഇതാണ്. എന്താ 1 to 4 എന്നല്ലേ പറഞ്ഞേ. അപ്പം 1 കൊടുക്കുമ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ y കിട്ടുന്ന ആൻസർ ആ 13/2. അതുപോലെ തന്നെ എക്സിന് 4 കൊടുക്കുമ്പോൾ ആ ഇക്വേഷനകത്ത്
എക്സിന് 4 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ ആണ് 67/12. അപ്പൊ നമുക്ക് ഫൈനൽ അല്ലേ വേണ്ട, അതായത് 1 തൊട്ട് 4 വരെയുള്ള ലെങ്ത്. അപ്പൊ S(4) ആ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്തെ എക്സിന്റെ സ്ഥാനത്ത് 4 ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് 6 എന്ന ആൻസർ കിട്ടും. ആ 6 ആയിരുന്നു എന്താ ഇവിടുത്തെ ആൻസർ. മനസ്സിലായോ ചെയ്തേക്കുന്നത്? ഇത് ആർക്ക് ലെങ്ത് ഡയറക്റ്റ് ചെയ്യുകയാണ്. മറ്റേ എന്താണ്, ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ ആദ്യം കണ്ടുപിടിച്ചിട്ട് ആ ഫംഗ്ഷനകത്ത് വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ ആ ഫംഗ്ഷൻ എന്താ, S(x) ഈക്വൽ ഇന്റഗ്രൽ 1 to x സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് f'(t²) dt. അത് എക്സിന്റെ ടേംസ് കിട്ടും. ആ എക്സിന്റെ സ്ഥാനത്ത് 4 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എന്നുവെച്ചാൽ ഇതിന്റെ അർത്ഥം എന്താ, 1 തൊട്ട് എക്സ് വരെയുള്ള ദൂരമാണ്. നമുക്ക് 1 തൊട്ട് 4 വരെയുള്ള ലെങ്ത് അല്ലേ വേണ്ട. അപ്പം നമ്മൾ എക്സിന്റെ അവിടെ 4 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്ത് നോക്കണം. ലെങ്ത് ഓഫ് ദ കർവ് ഇക്വേഷന് y ഈക്വൽ f(x) ആകുമ്പോൾ എന്താണ്, x ഈക്വൽ g(y) ആകുമ്പോൾ എങ്ങനെയാണ്, പാരാമെട്രിക് എങ്ങനെയാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക.